ഇതൊരു ലൈനിങ് പീസാണ്. ഇതിൽ നമ്മൾ നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചും ലെങ്ത്ത് 4.5 ഇഞ്ചും അടയാളപ്പെടുത്തിയിട്ട് വെട്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കോളർ എങ്ങനെ ചെയ്യാന്നാണ് കാണിക്കുന്നത്. ബാക്ക് നെക്ക് 1 ഇഞ്ചും ചെയ്യാൻ വേണ്ടിയാണ്. ഈ ക്യാൻവാസ് എടുത്തു, അതിൽ 4 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്തു, ഒരു വര മാർക്ക് ചെയ്ത് വെച്ചു. പിന്നെ ആ മാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് താഴത്തേക്ക് നമ്മൾ 3 ഇഞ്ച്, അതായത് നെക്കിന്റെ വിഡ്ത്ത് അവിടെ അടയാളപ്പെടുത്തി. അതിനുശേഷം അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ 4 ഇഞ്ച് ഉള്ള കോർണറാണ് അവിടെ. പിന്നെ താഴ്വശത്ത് നിന്ന് നമ്മൾ 1 ഇഞ്ച് മുകളിലേക്ക് എടുത്തിട്ടാണ് ഷേപ്പ് ചെയ്യുന്നത്, താഴത്തെ വശത്തേക്ക്. പിന്നെ നമ്മുടെ സൈഡിലാണ് ഫോൾഡഡ് വശം വരുന്നത്, ഓപ്പൺ വശത്തേക്കാണ് നമ്മൾ വരച്ചു പോകുന്നത്. ഈ ക്യാൻവാസിൽ തന്നെ രണ്ടാമത്തെ ഒരു മെത്തേഡ് കൂടി കാണിക്കുന്നുണ്ട്. ഇത് ഒന്നാമത്തെ മെത്തേഡാണ്, ഇങ്ങനെ കോളർ വെട്ടാമെന്ന്. പിന്നെ 1 ഇഞ്ച് അകലത്തിൽ ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക മുകളിലേക്ക്. അതിനുശേഷം നമ്മൾ ആ പോയിന്റുകളെല്ലാം ഒന്ന് യോജിപ്പിക്കണം. ഈ ക്യാൻവാസിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമാണ് 1ഉം 2ഉം കാണിക്കുന്നത്, കാരണം വെറുതെ വെട്ടി വേസ്റ്റ് ആക്കേണ്ടത് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇതിലത്തെ ഫസ്റ്റ് ഈ ഒന്നാമത് ചെയ്യുന്ന കോളർ എടുത്തിട്ടാണ് നമ്മൾ ആ ലൈനിങ് പീസുമിൽ യോജിപ്പിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ബിഗിനേഴ്സിന് വേണ്ടിയാണ് കാണിക്കുന്നത്. അതിൽ പോയിന്റുകളെല്ലാം യോജിപ്പിച്ചു. ഏത് തയ്യൽ അറിയാത്തവർക്കും ഇനി ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പ മാർഗമാണ് ഇത്. ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്. അതിനുശേഷം നമ്മൾ ആ ക്യാൻവാസിനെ തന്നെ മറിച്ചിടുകയാണ്, അതായത് കാണിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് 4 ഇഞ്ച് ഇറക്കം എടുത്തു, അവിടെ മാർക്ക് ചെയ്യും. നമ്മളെ വെട്ടിയെടുത്ത ക്യാൻവാസിൻ്റെ നെക്കാണ്, 4 ഇഞ്ചിൽ വെട്ടിയെടുത്ത ക്യാൻവാസിൻ്റെ നെക്കാണ്. ആ നെക്ക് നമ്മൾ അവിടെ വെച്ചു. അവിടെ 3 ഇഞ്ച് അടയാളപ്പെടുത്തി, നെക്ക് വിടുത്ത് 3 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനി ആ നെക്കിന്ന് വെട്ടിയെടുത്ത ആ പീസിന് നമ്മൾ തിരിച്ച് വെക്കുകയാണ്. നമ്മളെ ലെങ്ത്ത്, അതായത് നെക്കിന്റെ ലെങ്ത്ത് 4 ഇഞ്ചായിരുന്നു. ആ 4 ഇഞ്ച് നമ്മൾ അവിടെ തിരിച്ചു വെച്ചു. എളുപ്പം മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പോയിന്റുകളൊക്കെ യോജിപ്പിച്ചു. അതിനുശേഷം നമ്മൾ 3/4 ഇഞ്ചാണ് ഷേപ്പ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. 3/4 ഇഞ്ചാണ്. ഇത് രണ്ടാമത്തെ മെത്തേഡാണ്. ഇനി നമ്മൾ ആദ്യം വെട്ടിയ ലൈനിങ് പീസിൽ നമ്മൾ ആദ്യം വെട്ടിയ ക്യാൻവാസ്, അതായത് 1 ഇഞ്ച് അകലത്തിൽ വെട്ടിയ ക്യാൻവാസ് ഉണ്ടല്ലോ, ഇതിൻ്റെ അപ്പുറവശം, അത് വെട്ടിയെടുത്തിട്ട് നമ്മൾ ഒരു സെപ്പറേറ്റ് പീസ് എടുത്തത്, പച്ച പീസ് എടുത്തത്. എന്താ വെച്ചാൽ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് വേറൊരു പീസിൽ വെട്ടുന്നത്. 2 പീസുകൾ വെച്ചു. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ക്യാൻവാസിനെ അയൺ ചെയ്തു. ആ ഭാഗം അടിച്ചിട്ട് നമ്മൾ തിരിച്ചു മറിക്കുകയാണ്. മറിച്ചതിന് ശേഷം ആ എല്ലാ പോയിന്റുകളും നമ്മൾ വിരൽ വെച്ച് നഖം വെച്ചൊന്ന് വലിച്ചു കൊടുത്താൽ നല്ല കൃത്യമായിട്ട് നിൽക്കും, അല്ലെങ്കിൽ അയൺ ചെയ്ത് കൊടുത്താലും മതി. അതിനുശേഷം നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ച തുണി ഉണ്ടല്ലോ, അതിൽ തന്നെ ക്യാൻവാസ് ഒട്ടിച്ച തുണി, അത് ക്യാൻവാസിനോട് ചേർത്ത് പതിച്ചടിക്കുക. 2 പീസാണല്ലോ, അതിലത്തെ ക്യാൻവാസ് ഒട്ടിച്ചു വെച്ചൊരു പീസുണ്ട്, അതിൻ്റെ തുമ്പ് നമ്മൾ ആ ക്യാൻവാസിനോട് ചേർത്തടിക്കുന്നു. അപ്പുറത്തെ വശത്ത് കാണുന്ന പീസാണ് നമ്മൾ നല്ല പീസിൽ വെച്ച് അടിക്കേണ്ടത്. മറിച്ചിട്ടതിന് ശേഷം നമ്മൾ ആ ക്യാൻവാസ് വെച്ച് അടിച്ചില്ലേ, അവിടെ ആ പോയിന്റുകളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തുക ഇപ്പുറത്തെ പീസിൽ. കാരണം ആ ലൈനിൽ കൂടി, ആ അടയാളപ്പെടുത്തിയ ലൈനിൽ കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. മാറി പോവാതിരിക്കാനും അകലം കറക്റ്റ് ആവാനും വേണ്ടിയിട്ടാണ് അങ്ങനെ മാർക്ക് ചെയ്യുന്നത്. ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ആദ്യം 2-3 പ്രാവശ്യം ഒരു പേപ്പറിൽ ക്യാൻവാസ് വെട്ടുന്നതിന് പകരം വെട്ടി നോക്കുക അളവുകളും കാര്യങ്ങളും. അതിനുശേഷം മാത്രം നല്ല പീസിലേക്ക് വരിക. പിന്നെ ആ ക്യാൻവാസ് വെച്ചതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തി, നമ്മളെ മെയിൻ ക്ലോത്തിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തി. അതിനുശേഷം സെൻറ്ററിൽ നിന്ന് ഫ്രണ്ട് വശത്തേക്ക് തയ്ച്ചു പോവുകയാണ്. ഓപ്പൺ ഇട്ട ഭാഗത്തേക്ക് തയ്ച്ചു പോവുകയാണ് കോളറ്. കാരണം നമുക്ക് വ്യത്യാസം വന്നാലും അവിടെ അഡ്ജസ്റ്റ് ചെയ്യുക, വ്യത്യാസം വരില്ല. അത് വ്യത്യാസം വരുന്ന പോലെ ഇട്ടത് എന്താ വെച്ചാൽ നമുക്ക് ആ തുമ്പ് എങ്ങനെ അവിടെ ചെയ്യാം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ ഈ ഓപ്പൺ ഭാഗത്തേക്ക് എത്തിയതിന് ശേഷം നമ്മൾ തിരിച്ച് ഇപ്പുറവശത്തേക്ക് പോരുമ്പോൾ ഇനി നല്ല വശമാണ് നമ്മൾ തിരിഞ്ഞു വരിക.
വെച്ചത് അടിവശത്ത് തന്നെയാണ്, ചീത്ത വശത്ത് തന്നെയാണെങ്കിൽ നമ്മൾ തയ്ക്കാൻ സൗകര്യത്തിന് തിരിച്ചിട്ടതാണ്. അപ്പുറവശം അതുപോലെ തന്നെ ചെയ്ത് ഷേപ്പ് നമ്മൾ വെട്ടിക്കളഞ്ഞിട്ടില്ലേ, തുമ്പിൻ്റെ ഷേപ്പ് അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഷേപ്പാക്കി വെട്ടാതെ നമ്മളെ ബാക്കി വരുന്ന തുണി എന്ത് ചെയ്യും, അല്ലെങ്കിൽ ബാക്കി ക്യാൻവാസ് വന്നാൽ എന്ത് ചെയ്യും, ബിഗിനേഴ്സിന് അതൊരു സംശയം ഉണ്ടാവും. നമ്മൾ അറിയുന്ന ആൾക്കാർക്ക് അത് കോർണറൊക്കെ കറക്റ്റ് ആക്കിയതിന് ശേഷം വെച്ചടിച്ചാൽ മതി. ഇതിപ്പോൾ ആദ്യമായിട്ട് തയ്ക്കുന്ന ആൾക്ക് എളുപ്പമായി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അതിൻ്റെ തുമ്പുവശം ഒന്നും ചെയ്യാതെ അങ്ങനെ ഇട്ടതാ. ഇനി നമ്മൾ ഓപ്പൺ വശത്ത് എത്തുമ്പോഴാണ് അഡ്ജസ്റ്റ് ചെയ്തത് അടിച്ചു പോണത്. ഞാൻ തുമ്പുകളൊക്കെ വെട്ടിക്കളഞ്ഞതിന് ശേഷം നമ്മൾ നല്ല വശത്തേക്കാണ് വെച്ച് മറയ്ക്കുന്നത്. കോളറിനെ നല്ല വശത്തേക്ക് മറിച്ചിട്ടാണ് പതിച്ചടിക്കുക. അപ്രാവശ്യം നമ്മൾ സെൻട്രൽ നിന്ന് അപ്പുറത്തേക്ക് ഇങ്ങനെ തയ്ച്ചു കൊണ്ടുവരികയാണ്. നമ്മൾ ഓപ്പൺ കൊടുത്ത വശത്തേക്ക് തിരിച്ച് കൊണ്ടുവരികയാണ്, ഇവിടെ ചെയ്ത പോലെ തന്നെ. ഞാൻ തുമ്പുകളൊക്കെ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് ബാലൻസ് വരുന്ന നൂലുകളൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ ആ ഓപ്പണായി കിടന്നിരുന്ന ഭാഗം വെച്ച് പതിച്ചടിക്കാനുള്ളതാണ്. ആ തുമ്പ് നമ്മൾ ഒട്ടും വെട്ടിക്കളഞ്ഞിട്ടില്ല, അവിടെ ഷേപ്പ് ചെയ്തിട്ടില്ല, വെട്ടിക്കളഞ്ഞിട്ടില്ല. അപ്പോൾ എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാന്നാണ് കാണിക്കുന്നത്. അതൊന്നും വെട്ടിക്കളയാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് അവിടെ കോർണറിൽ ഒരു വളവോ ചുളിവോ ഒന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് കാണിക്കുന്നത്. അത്രയും പീസ് അവിടെ കിടക്കുന്നുണ്ട്. അതിൻ്റെ ചെറിയൊരു തല നമ്മൾ കട്ട് ചെയ്ത് കളയും. അതിന് ശേഷം ബാക്കി നമ്മൾ കളയുന്നത് ആ ഓപ്പൺ കൊടുത്ത ഭാഗം കറക്റ്റായി അടിച്ചതിന് ശേഷമാണ്. അത് പതിച്ചും കൂടി അടിച്ച് തിരിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് നെക്ക് ഭംഗിയായി കിട്ടുന്നത്. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കുകയാണ്. ഇനി ആ ക്യാൻവാസ് വെച്ച പീസിനെ അപ്പുറത്തോട്ടും അതിൻ്റെ മറ്റേ വശത്തെ ഇപ്പുറത്തോട്ടും, അതായത് രണ്ട് വശം ഉണ്ടല്ലോ, ഒന്ന് ക്യാൻവാസ് വെച്ചതും ഒന്ന് ക്യാൻവാസ് വെക്കാത്തതും, ആ പച്ച പീസ് അത് രണ്ടും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മറിച്ചിട്ടതിന് ശേഷം താഴത്തേക്ക് ഓപ്പണിലേക്ക് ഒരു അടി അങ്ങോട്ട് കൊടുക്കുക. പതിച്ച് സ്റ്റിച്ച് ചെയ്യലുമായി അവിടെ ആ കോർണർ ശരിയാവലായി. ഇനി അതിൻ്റെ ആ തുമ്പ് വശം വെട്ടിക്കളഞ്ഞ് നമുക്ക് മറിച്ചെടുത്ത കോളർ, ആ തുമ്പ് എക്സ്ട്രാ നിൽക്കുന്നത് ഇപ്പം നമ്മളവിടെ തയ്ച്ചു കഴിഞ്ഞു. ഇനി എക്സ്ട്രാ നിൽക്കുന്ന തുമ്പ് വെട്ടിക്കളഞ്ഞ ബിഗിനേഴ്സിന് വേണ്ടിയാണ് പറയുന്നത്. കാരണം എങ്ങനെ അവിടെ ചെയ്യാന്നറിയാത്ത എത്രയോ പേര് കോളറിനൊക്കെ ചെയ്യാതെ റൗണ്ടും വീയും ചെയ്തു പോകുന്നവരുണ്ട്. എത്രയോ ആൾക്കാർ പറയുന്നുണ്ട് ഇങ്ങനെ കോളറിനൊക്കെ ചെയ്യാൻ വയ്യാതെ ബുദ്ധിമുട്ടാണ്, എങ്ങനെയായാലും അവിടെ ശരിയാവില്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. തയ്ക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് ബിഗിനേഴ്സിനാണിത് പറയുന്നത്. അവിടെ അതന്നെ നമ്മൾ ചെയ്യുന്നത് കണ്ട, കോർണറൊക്കെ നല്ല വൃത്തിയായി കിട്ടി. ഇനി അതിനെ അവിടുന്ന് ചേർത്ത് അങ്ങോട്ട് പതിച്ചടിക്കുകയാണ് നമ്മൾ ചെയ്യുക. ഇനി അപ്പുറവശവും അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ക്യാൻവാസ് വെച്ച പീസും ആ പച്ച പീസാട്ടോ പറയുന്നത്, അതായത് നമ്മൾ കോളർ വെച്ച പീസ്, ക്യാൻവാസ് വെച്ച പീസും ക്യാൻവാസിൻ്റെ അപ്പുറത്തെ പീസും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മറച്ചിട്ടതിന് ശേഷം ഓപ്പണിലേക്ക് അടിച്ചു കൊടുക്കുകയാണ്. ഇനി എക്സ്ട്രാ വരുന്ന പീസിനെ കട്ട് ചെയ്ത് കളഞ്ഞ് നമ്മൾ തിരിച്ചെടുത്താൽ നമ്മളെ കോളർ റെഡി. ഒന്നുമില്ല ചെയ്യാൻ, ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. കാണാൻ വേണ്ടിയാണ്, അതായത് ഈ സ്റ്റിച്ച് കാണാനും പിന്നെ നമ്മൾ മറച്ചിട്ടത് കാണാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ വേറെ കളറിൽ എടുത്തിട്ട് കോളർ ചെയ്തതും വേറെ കളർ നൂലുകൊണ്ട് തയ്ച്ചതും. കാരണം ഇത് എങ്ങനെയാണ് തയ്ച്ച് കഴിയുമ്പോൾ എന്ന് കാണാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. പേപ്പറിലോ ക്യാൻവാസ് തന്നെ എടുത്ത് ആദ്യം തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ചെയ്യാൻ വേണ്ടി ഞാൻ ലൈനിങ് ക്ലോത്തിലാണ് കാണിച്ചത്. ഇങ്ങനെ വല്ല ലൈനിങ് ക്ലോത്തോ അല്ല എന്തെങ്കിലും പീസുകൾ ഉണ്ടാവുമല്ലോ, നമ്മളത് പഴയ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ക്യാൻവാസ് 2-3 പ്രാവശ്യം തയ്ച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കോളറിനൊക്കെ തയ്ച്ചെടുക്കാൻ പറ്റും. ഇഷ്ടപ്പെട്ടാന്ന് സപ്പോർട്ട് ചെയ്യണേ. രണ്ട് രീതിയിലുള്ള ക്യാൻവാസ് എടുത്താലും ആ കോളർ എടുത്താലും ഇതുപോലെ തന്നെയാണ് വരിക. നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അയൺ ചെയ്തിട്ടോ ഒന്നുമില്ല, നന്നായി അയൺ ചെയ്തെടുത്താൽ നല്ലൊരു കോളർ നെക്ക് റെഡി.
ഇനി ഇതേ പീസ് തന്നെ വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ട് കോളർ ചെയ്യും.